കഥ ആരംഭിക്കുന്നത് സത്ത് എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സത്ത് തനിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. അന്ന് പതിവ് പോലെ സത്ത് ഉറക്കമുണർന്നു. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു. സത്തിന് അധികം കമ്പനിക്കാരോ കൂട്ടുകാരോ ഒന്നും തന്നെയില്ല. മൊത്തത്തിൽ ലോൺലിയായ ഒറ്റപ്പെട്ട ഒരു മനുഷ്യൻ. ആകെ സത്തിനുള്ളത് ഒരു ജോലിയാണ്. അനിമൽ ഷെൽട്ടറിൽ അനിമൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി അദ്ദേഹം ജോലി നോക്കുന്നു. അവിടുത്തെ തന്റെ ജോലിയിൽ വ്യാപൃതനാവാൻ തുടങ്ങി. അനിമൽ ഷെൽട്ടറിലെ ഓരോ കേജിലും ഓരോ മൃഗങ്ങളുണ്ടാകും. അതിനുള്ള ഭക്ഷണവും മറ്റു വസ്തുക്കളും കൊടുത്ത് അതുങ്ങളെ പരിപാലിക്കുകയൊക്കെയാണ് സത്തിന്റെ ജോലി. ആ മൃഗങ്ങളുമായി സത്ത് വളരെയധികം കമ്പനിയിലായിരുന്നു. അവയ്ക്കൊപ്പം കളിക്കുന്നതും മറ്റും സത്തിനെയേറെ സന്തോഷപ്പെടുത്തിയിരുന്നു. മറ്റുള്ള ഇടത്തെല്ലാം ഒറ്റപ്പെട്ട് ദുഃഖത്തോടെ കഴിയുന്ന സത്ത് ആകെ സന്തോഷത്തിലാവുന്നത് ആ അനിമൽ ഷെൽട്ടറിൽ വന്ന് മൃഗങ്ങളോട് ഇടപഴകുമ്പോൾ മാത്രമായിരുന്നു. അങ്ങനെ നാളുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം സത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് ബസ്സിൽ യാത്ര ചെയ്തു വരുമ്പോൾ തനിക്കേറെ പരിചിതമായ ഒരു മുഖം കണ്ടു. ഒരു പെൺകുട്ടി. അവൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. സത്ത് അവളുടെ അടുത്തേക്ക് ചെന്നു. തനിക്ക് ഓർമ്മയുണ്ടായിരുന്ന ഹോളി എന്ന അവളുടെ പേര് വെച്ച് വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. സത്തിനെ കണ്ട് അവൾക്ക് മനസ്സിലായില്ല. സത്ത് പിന്നാലെ തന്നെ സ്വയം പരിചയപ്പെടുത്തി. എന്റെ പേര് സത്ത് എന്നാണ്. നമ്മളൊന്നിച്ച് സ്കൂളിൽ പഠിച്ചിരുന്നു. നമ്മൾ സ്കൂൾമേറ്റ്സ് ആണ്. ഈ സമയം ഹോളി തന്റെ കയ്യിലിരുന്ന ചെറിയ ഡയറിയിൽ എന്തൊക്കെയോ എഴുതുന്നുണ്ടായിരുന്നു. സത്ത് അത് നോക്കിക്കണ്ടു. എന്താ എഴുതുന്നത് എന്ന് തിരക്കി. അവൾ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തു വെക്കാറുണ്ട്. അവർ തമ്മിൽ അന്ന് കുറച്ച് സംസാരിച്ചു. പെട്ടെന്ന് ബസ് ഒരു സ്റ്റോപ്പിലെത്തി. തനിക്കിവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞ് ഹോളി അവിടെ ഇറങ്ങി. സത്തിന് ഹോളിയെ ഒരു കോഫിക്ക് ക്ഷണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ അന്ന് അതിന് സാധിച്ചില്ല. എന്തായാലും അന്ന് വീട്ടിലേക്ക് എത്തിയ സത്ത് കമ്പ്യൂട്ടറിൽ അവളെ സ്റ്റോക്ക് ചെയ്യാൻ അവളെപ്പറ്റി തിരയാൻ ആരംഭിച്ചു. തിരച്ചിലിൽ ഹോളി ഒരു സിംഗിൾ പെൺകുട്ടിയാണ് എന്ന വിവരം അവന് ലഭിക്കുകയാണ്. സത്തിന് അല്പം സന്തോഷം തോന്നിയിരുന്നു. അടുത്ത ദിവസം സത്ത് പതിവ് പോലെ ജോലിക്ക് പോയി. അവിടെ വെച്ച് തന്റെ കോവർക്കർ സെക്യൂരിറ്റി ഗാർഡായ നേറ്റിനെ സത്ത് കണ്ടു. നേറ്റിനോട് സത്ത് സംസാരിച്ചു. ഒരു പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യിക്കണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? അയാൾ മറുപടി പറഞ്ഞു, സാധാരണ ഈ പെൺകുട്ടികളൊക്കെ കോൺഫിഡന്റ് ആയ അഡ്വഞ്ചറസ് ആയ ആണുങ്ങൾക്കാ വീഴുന്നത്. നീ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയി ഇടപഴകിയാൽ തന്നെ പെൺകുട്ടികൾക്ക് അത് ഇഷ്ടമാകും. സത്ത് അകത്തേക്ക് പോകുമ്പോ ഒരു നഴ്സ് സത്തിനടുത്ത് വന്നു. സത്തിനോട് പറഞ്ഞു, ആ പ്രായമെത്തിയ ജർമ്മൻ ഷെപ്പേഡിനെ കൊണ്ടുവരാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. സത്ത് പോയി ആ ജർമ്മൻ ഷെപ്പേഡിനെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. പ്രായമേറെ എത്തിയതുകൊണ്ട് അതിന്റെ പരിപാലനം ഷെൽട്ടറിന് ഒരുപാട് ചിലവുണ്ടാക്കുന്നുണ്ടായിരുന്നു. അസുഖങ്ങൾ കൊണ്ടും അത് വലയുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ദയാവധത്തിന് വിധേയമാക്കാനായിരുന്നു ഡോക്ടർ തീരുമാനിച്ചിരുന്നത്. സത്ത് വിവരമറിഞ്ഞപ്പോ സത്തിന് വല്ലാത്ത ദുഃഖം തോന്നി. ഡോക്ടറോട് അതിനെ കൊല്ലരുത് എന്ന് സത്ത് അപേക്ഷിച്ചു. ഞാൻ അതിനെ കൊല്ലാതിരിക്കാം, പകരം സത്ത് അതിനെ കൊണ്ടുപോയി വളർത്തേണ്ടി വരും എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. പക്ഷേ തനിച്ച് താമസിക്കുന്ന ആരും ആ നായയെ കൊണ്ടുപോയാൽ പോലും നോക്കാനില്ലാത്ത സത്ത് എങ്ങനെ അതിനെ ഏറ്റെടുക്കാനാണ്? ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ഡോക്ടറിനോട് പ്രൊസീഡ് ചെയ്തോളാൻ സത്ത് പറഞ്ഞു. അങ്ങനെ ആ ജർമ്മൻ ഷെപ്പേഡ് നായയെ അവർ ദയാവധത്തിന് അർഹരാക്കി. സത്തിന് തന്നെയായിരുന്നു ആ നായയുടെ മൃതശരീരവും സംസ്കരിക്കാനുള്ള ചുമതലയുണ്ടായിരുന്നത്. വേണ്ട പോലെ സത്ത് അക്കാര്യവും ചെയ്തു. പിന്നാലെ കോഡിനുള്ളിലുണ്ടായിരുന്ന അതിന്റെ ബാഡ്ജിങ് എടുത്തു മാറ്റി. ആ സമയം സത്ത് അവിടെ ഒരു ഡോറ് കാണുകയാണ്. അതിനു മുമ്പ് സത്ത് ആ ഡോറ് ശ്രദ്ധിച്ചിരുന്നില്ല. അങ്ങോട്ടേക്ക് കടന്നു ചെന്ന അവൻ ആ ഡോറ് തുറന്നു. ആ ഡോറ് കടന്നു ചെല്ലുന്നത് ഒരു ബേസ്മെന്റിലേക്കായിരുന്നു. അന്നും വീട്ടിലെത്തിയപ്പോ സത്ത് ഹോളിയുടെ പ്രൊഫൈൽ എടുത്ത് പരിശോധിച്ചു. ഹോളിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്, ഇഷ്ടപ്പെടാത്തത് എന്താണ്, ഹോളിയുടെ താല്പര്യങ്ങൾ എന്താണ്, അല്ലാത്തത് എന്താണ് എന്നതൊക്കെ മനസ്സിലാക്കാനും എഴുതി വെക്കാനും ഒക്കെ സത്ത് ശ്രമിച്ചു. എങ്ങനെയും ഹോളിയെ ഇംപ്രസ് ചെയ്യിക്കണം എന്നൊരൊറ്റ ചിന്ത മാത്രമായിരുന്നു സത്തിനുണ്ടായത്. സത്ത് അവളുടെ പ്രൊഫൈൽ കൂടുതൽ ഗൗരവത്തോടെ സമീപിച്ചപ്പോ അവൾ വർക്ക് ചെയ്യുന്നത് വെയിട്രസ് ആയി ഒരു റെസ്റ്റോറന്റിലാണ് എന്ന കാര്യമൊക്കെ സത്ത് മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത ദിവസം തയ്യാറായി സത്ത് ആ റെസ്റ്റോറന്റിലേക്ക് ചെന്നു. അവിടെ വെയിട്രസ് ആയി വർക്ക് ചെയ്യുന്ന ഹോളി ഉണ്ടായിരുന്നു. കണ്ടതും സത്തിന് സന്തോഷമായി. ഹോളിയോട് ഉള്ളിന്റെ ഉള്ളിൽ അവൻ അത്രമേൽ പ്രണയമുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഓർഡർ എടുക്കാനായി ഹോളി സത്തിനടുത്തു വന്നു. പക്ഷേ സത്തിനെ ഹോളി തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു യൂഷ്വൽ കസ്റ്റമർ പോലാണ് സത്തിനോട് അവൾ പെരുമാറിയത്. അതോടെ സത്തിന് വീണ്ടും തന്നെ പരിചയപ്പെടുത്തേണ്ടി വന്നു. തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹോളി ബസ്സിൽ വെച്ച് കണ്ടതെന്നും നമ്മളൊന്നിച്ച് പഠിച്ചതാണ് എന്നുള്ള കാര്യമൊക്കെ സത്ത് വീണ്ടും ഹോളിയോട് ആവർത്തിച്ചു. അവളെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കുവാൻ സത്ത് അവളെ അവൾക്കേറെ പ്രിയപ്പെട്ട ഗായകന്റെ കൺസേർട്ടിന് പോവാൻ ക്ഷണിച്ചു. പക്ഷെ അവൾ അത് വേണ്ടെന്ന് പറയുകയായിരുന്നു ചെയ്തത്. അവൾക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ബോയ് ഫ്രണ്ടിന് അതൊന്നും ഇഷ്ടപ്പെടില്ല എന്നും അവൾ കൂട്ടിച്ചേർത്തു. പക്ഷെ അവൾ സിംഗിൾ ആണ് എന്ന കാര്യം സത്തിന് അറിയാമല്ലോ. പ്രൊഫൈൽ നോക്കി അവൻ കണ്ടതാണല്ലോ. അതുകൊണ്ട് അവൾ തന്നോട് കളവ് പറയുകയാണ് എന്ന് സത്ത് ഉറപ്പിച്ചിരുന്നു. അന്ന് വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ഹോളി തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന വഴിക്ക് ആരോ തന്നെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നിയിരുന്നു.
അത് സെത്തായിരുന്നു. സെത്ത് മറിഞ്ഞ് അവളെ ഫോളോ ചെയ്തു. അന്ന് അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോ ഹോളി തന്റെ കൂട്ടുകാരി ക്ലെയറുമായി സംസാരിച്ചു. ആരും തന്നെ ഫോളോ ചെയ്യുന്ന പോലുണ്ട്, തനിക്കത് വല്ലാതെ അനുഭവപ്പെട്ടു എന്നവൾ ക്ലെയറിനോട് പറഞ്ഞു. അവരങ്ങനെ അത് സംസാരിച്ചിരിക്കെ ഹോളിയുടെ എക്സ് ബോയ് ഫ്രണ്ട് എറിക്ക് ഹോളിയെ കോൾ ചെയ്യുകയാണ്. മദ്യപിച്ച് മതോന്മത്തനായിട്ടായിരുന്നു അവൻ അവളെ വിളിച്ചത്. താൻ അവളെ മിസ് ചെയ്യുന്നു എന്നൊക്കെ എറിക്കെന്ന് ഹോളിയോട് വലിയ തോതിൽ പുലമ്പുന്നുമുണ്ട്. അവരിരുവരും ഒന്നിച്ച് നല്ല രീതിയിൽ പ്രണയത്തിൽ കഴിഞ്ഞതായിരുന്നു. എറിക്ക് തന്നെയായിരുന്നു അവർ തമ്മിൽ പിരിയാനുള്ള കാരണമുണ്ടാക്കിയതും. അടുത്ത ദിവസം പതിവ് പോലെ ഹോളി ജോലിക്കായി റെസ്റ്റോറന്റിലേക്ക് പോയി. അവിടെത്തിയപ്പോഴോ അവൾക്കായി ആരോ അവളുടെ ഇഷ്ടപുഷ്പങ്ങളുടെ ഒരു ബൊക്കെ സമ്മാനമായി അയച്ചിരുന്നു. അതയച്ചത് തന്റെ എക്സ് ബോയ് ഫ്രണ്ട് എറിക്കായിരിക്കും എന്നായിരുന്നു ഹോളി കരുതിയത്. ഹോളിക്ക് മനസ്സിലൊരു സന്തോഷമൊക്കെ തോന്നി. പണ്ട് തന്നോട് ചെയ്തതിന് ക്ഷമയറിയിച്ച് അവൻ അയച്ചതായിരിക്കും അത് എന്നായിരുന്നു ഹോളിയുടെ ചിന്തകൾ പോയത്. അന്ന് വൈകിട്ട് എറിക്ക് ജോലി ചെയ്യുന്ന ബാറിലേക്ക് ഹോളി ചെന്നു. അവിടെ വെച്ച് അവനെ കണ്ട് സംസാരിച്ചു. അവനോട് അവനയച്ച ഫ്ലവേഴ്സിന്റെ കാര്യമൊക്കെ ഹോളി സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് എറിക്ക് താൻ അത്തരത്തിൽ ഫ്ലവേഴ്സ് ഒന്നും അയച്ചിട്ടില്ലല്ലോ എന്ന കാര്യം പറയുന്നത്. ഹോളി ആകെ കൺഫ്യൂസ്ഡ് ആയി. അവളൊരു സിഗരറ്റ് കത്തിച്ചു പുകച്ചു. പിന്നാലെ അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോ അവളെ പിന്തുടർന്ന് അവിടെ എത്തിയിരുന്ന സെത്ത് അവളുടെ അടുത്തേക്ക് ചെന്നു. താനാണ് ആ ഫ്ലവേഴ്സ് അയച്ചതെന്നും തനിക്ക് അവളോട് പ്രണയമാണ് എന്നുമൊക്കെ സെത്ത് പറഞ്ഞു. പക്ഷേ ഹോളിക്ക് സെത്തിനെ അംഗീകരിക്കാനേ പറ്റുമായിരുന്നില്ല. അവൾ അവനെ റിജക്ട് ചെയ്യുകയാണ്. പക്ഷെ ആ റിജക്ഷൻ ഉൾക്കൊള്ളാൻ സെത്തിന് പറ്റുമായിരുന്നില്ല. സെത്ത് അവിടെ ചെറിയ വിഷയമുണ്ടാക്കാൻ തുടങ്ങിയതും അവളോടെ അകത്തേക്ക് എറിക്കിന്റെ മുമ്പിലേക്ക് ചെന്നു. അങ്ങോട്ടേക്ക് വന്ന സെത്തിനെ എറിക്ക് ചാടി വന്ന് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. എറിക്കിനെ അടിച്ച് റെസ്റ്റോറന്റിന്റെ പുറത്തേക്ക് ബാറിന്റെ പുറത്തേക്ക് എറിക്ക് വീഴ്ത്തി. താഴെ വീണ് കിടന്ന സെത്ത് തന്റെ അടുത്തായി ആ ഒരു സമയത്ത് വീണ് കിടന്നിരുന്ന ഹോളിയുടെ ജേണൽ അഥവാ ഡയറി കാണുകയാണ്. അവളെപ്പോഴും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി എഴുതിക്കൊണ്ടിരുന്ന അതേ ഡയറി തന്നെ. സെത്ത് ആ ഡയറി കൈവശപ്പെടുത്തി. പിന്നാലെ അവിടെ നിന്ന് പോന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങൾ ആ ഡയറി വായിക്കലായിരുന്നു സെത്തിന്റെ പ്രധാന ജോലി. പിന്നാലെ ആ ഡയറിയിലുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ അവൻ അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെ ഹോളിയെപ്പറ്റി എല്ലാ കാര്യങ്ങളും സെത്ത് മനസ്സിലാക്കി. ചില കാര്യങ്ങൾ അതോടെ സെത്ത് മനസ്സിലുറപ്പിച്ചു. അടുത്ത ദിവസം സെത്ത് പതിവ് പോലെ ജോലിക്ക് വേണ്ടി അനിമൽ ഷെൽട്ടറിലേക്ക് ചെന്നു. സെത്ത് അന്ന് നേരെ പോയത് അനിമൽ ഷെൽട്ടറിലെ ആ സീക്രട്ട് റൂമിലേക്കായിരുന്നു. ബേസ്മെന്റിലുള്ള ആ സീക്രട്ട് റൂമിലേക്ക് ആവശ്യമുള്ള കുറച്ച് വസ്തുക്കൾ എത്തിച്ച് അവൻ അവിടെ ഇന്റർനെറ്റിന്റെയും മറ്റും സഹായത്തോടെ ഒരു കേജ് നിർമ്മിക്കാൻ ആരംഭിച്ചു. പിന്നാലെ അവൻ അവിടുത്തെ മരുന്ന് വെക്കുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി. അവിടെ നിന്നും മൃഗങ്ങളെ മയക്കുവാൻ വേണ്ടി കുത്തിവെക്കുന്ന മരുന്ന് ഒരു ബോട്ടിൽ അവൻ കൈവശപ്പെടുത്തി. അന്ന് വൈകിട്ട് വീട്ടിലേക്ക് എത്തിയവൻ ആ മരുന്ന് എങ്ങനെ വർക്ക് ചെയ്യുമെന്നറിയാൻ ചെറിയൊരു ഡോസ് തന്റെ ശരീരത്തിൽ തന്നെ പരീക്ഷിച്ചു. മരുന്ന് കുത്തിയതിന് പിന്നാലെ ശരീരം തളർന്ന് സെത്ത് താഴെ വീണിരുന്നു. പിന്നാലെ സെത്ത് ആലോചിച്ച് തന്റെ പദ്ധതികൾ പൂർണ്ണമായി മനസ്സിലുറപ്പിച്ചു. അടുത്ത ദിവസം സെത്ത് അതിനായി പുറപ്പെട്ടു. അന്ന് രാത്രിയിൽ ഹോളി ജോലി കഴിഞ്ഞ് അപ്പാർട്ട്മെന്റിലേക്ക് എത്തുകയായിരുന്നു. അപ്പാർട്ട്മെന്റിൽ അതിനോടകം കുത്തിത്തുറന്ന് മറിഞ്ഞിരുന്ന സെത്ത് ഹോളിയെ ആക്രമിച്ചു. താൻ കൊണ്ടുവന്ന ഇഞ്ചക്ഷൻ കുത്തിവെച്ച് ഹോളിയെ മയക്കി വീഴ്ത്തി. ശേഷം ഒരു കാർട്ടൺ ബോക്സിലാക്കി അവളെയും കൊണ്ട് അവിടെ നിന്ന് പോവാൻ ആരംഭിച്ചു. കാർട്ടൺ ബോക്സുമായി സെത്ത് എത്തിയത് നേരെ അനിമൽ ഷെൽട്ടറിലേക്കായിരുന്നു. അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് നെയ്റ്റ് സെത്തിനടുക്കൽ അതിൽ എന്താണ് എന്നൊക്കെ ചോദിച്ചെങ്കിലും വിദഗ്ധമായി നെയ്റ്റിന്റെ ശ്രദ്ധയൊക്കെ തിരിച്ച് സെത്ത് ആ കാർട്ടൺ ബോക്സ് അകത്തേക്ക് കടത്തുക തന്നെ ചെയ്തു. സെത്ത് അതുമായി ആ ബേസ്മെന്റിലേക്കായിരുന്നു കടന്നത്. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് ഹോളി തന്റെ കണ്ണു തുറക്കുകയാണ്. കണ്ണു തുറന്ന് അവൾ ഞെട്ടിപ്പോയിരുന്നു. ഒറ്റപ്പെട്ട ഒരു മുറിയിൽ തീർത്തിരിക്കുന്ന ഒരു കേജിനകത്തായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. സീക്രട്ട് റൂമിൽ സെത്ത് ഉണ്ടാക്കിയ അതേ കേജായിരുന്നു അത്. സെത്തായിരുന്നു അവളെ തട്ടിക്കൊണ്ടുവന്ന് ആ കേജിനകത്ത് പൂട്ടിയിട്ടത്. അവൾ വല്ലാതെ പാനിക്കായി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ആ ശ്രമത്തിനിടയിൽ അവളുടെ നഖം വരെ ഇളകിപ്പോന്നു. അതോടെ അവളൊന്നടങ്ങി വേദന സഹിച്ചിരിക്കുകയാണ്. അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനായി അലറി വിളിച്ചു. പക്ഷേ ബേസ്മെന്റിൽ അതും അനിമൽ ഷെൽട്ടറിന് താഴെയാണല്ലോ അവളുള്ളത്. നായകളുടെ കുരച്ചിലും മൃഗങ്ങളുടെ ഒച്ചയുമൊക്കെ കാരണം അവളുടെ കരച്ചിൽ മര്യാദയ്ക്ക് പുറത്തു കേൾക്കുന്നേയുണ്ടായിരുന്നില്ല. പിന്നാലെ സെത്ത് അങ്ങോട്ടേക്ക് കടന്നു വന്നു. സെത്തിനെ കണ്ട് ഹോളി ഞെട്ടിയിരുന്നു. അവൾക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ ഒരു പാത്രവും ഭക്ഷണത്തിനായി മറ്റൊരു പാത്രവും സെത്ത് അവിടെ കൊണ്ടുവച്ചു. ഹോളിക്കായി ഭക്ഷണവും സെത്ത് കൊണ്ടുവച്ചു. പോവാൻ നേരം സെത്ത് ഒന്നുകൂടി തന്റെ പേര് പറഞ്ഞു. എപ്പോഴും ഹോളി അവനെ മറക്കാറുണ്ടല്ലോ, അതുകൊണ്ട് തന്നെയുള്ളൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. ഞാനിത് നിന്റെ നല്ലതിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ സെത്ത് അവളെ അവിടെ തനിച്ചാക്കി അവിടെ നിന്ന് കടന്നു പോന്നു. ദിവസം മുഴുവനും ആ കേജിൽ ഒറ്റപ്പെട്ടവൾക്ക് ചെലവഴിക്കേണ്ടി വന്നു. സമയം കടന്നു പോകും തോറും അവളുടെ അവസ്ഥ മോശമായി വന്നു. അടുത്ത ദിവസവും സെത്ത് എത്തി. അവൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്തു. അന്നും സെത്ത് തിരികെ പോരാൻ നേരം ഹോളി അവനോട് പോവരുത്, തനിച്ചാക്കരുത്
എന്ന് പറഞ്ഞു. പക്ഷേ സത്ത് അതൊന്നും ചെവികൊണ്ടില്ല. അവൻ അവിടെ നിന്ന് പോരുക തന്നെ ചെയ്തു. അന്നവൾ അവളുടെ റൂംമേറ്റ് ക്ലെയറിനെ ഹാലൂസിനേഷനിൽ കണ്ടു. ഞാനിവിടെ നിന്ന് രക്ഷപ്പെടുമെന്നും ധൈര്യത്തോടെ ഇരിക്കുമെന്നുമൊക്കെ അവൾ അന്ന് ഹാലൂസിനേഷനിൽ കണ്ട ക്ലെയറിനോട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് അവൾ ടോയ്ലറ്റിൽ പോവാൻ വേണ്ടി സത്ത് കൊടുത്ത പാത്രത്തിലിരുന്നു. അപ്പോഴാണ് ഒരു എലിയൂടി വന്നത്. ക്രൂരമായി ആ എലിയെ അവൾ കൊന്നു. അവളുടെ മനോനില മാറിമറിയുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം സത്ത് ഭക്ഷണവും മറ്റുമായി എത്തിയപ്പോൾ ഹോളി അവനോട് ചോദിച്ചു, നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയാണോ? സത്ത് പറഞ്ഞു, അങ്ങനെ ഉദ്ദേശമൊന്നും എനിക്കില്ല. പിന്നെ എനിക്ക് നിന്നെ കൊല്ലണമെന്ന് തോന്നിയാൽ ഞാൻ കൊല്ലുകയും ചെയ്യും. നിന്റെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ ഈ ചെയ്യുന്നത്. നിന്നെ ആദ്യമേ കണ്ടപ്പോ എനിക്ക് പ്രണയം തോന്നി. ഇനി ഒരിക്കലും നിന്നെ ഞാൻ ഇവിടെ നിന്ന് വിട്ടുകളയില്ല, സത്ത് പറഞ്ഞു. അന്ന് സത്ത് ബേസ്മെന്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അങ്ങോട്ടേക്ക് വന്നിരുന്ന സെക്യൂരിറ്റി ഗാർഡ് നെയ്റ്റ് അത് കണ്ടു. നെയ്റ്റ് അവിടെന്താ നീ ചെയ്യുന്നത് എന്ന് ചോദിച്ചെങ്കിലും സത്ത് വിദഗ്ധമായി ഓരോന്ന് പറഞ്ഞൊഴിഞ്ഞു മാറി. അടുത്ത ദിവസം സത്ത് ഹോളിയെ കാണാൻ വന്നപ്പോൾ ഹോളിയുടെ ഡയറി അവന്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഡയറിയിൽ ഹോളി എഴുതിയിരുന്ന കാര്യങ്ങൾ സത്ത് വായിച്ചു. പിന്നാലെ അവൻ ഹോളിയോട് ചോദിച്ചു, നീ നിന്റെ കൂട്ടുകാരി ക്ലെയറിനെ കാണാറുണ്ടോ? ഞാനിവിടെ വരുമ്പോഴൊക്കെ 2 ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിന്റെ കൂട്ടുകാരി ക്ലെയർ ഉണ്ടല്ലോ, അങ്ങനെ ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. നീ കാണുന്നത് അത്രയും നിന്റെ ഹാലൂസിനേഷൻ മാത്രമാണ്. ഒരുപക്ഷെ നീ ഒരു മാനസിക രോഗിയായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ നിന്റെ റൂംമേറ്റിനെ കാണുന്നത്. കഥ അവിടെ നിന്നും സത്ത് പറയുന്ന ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ക്ലെയർ അന്ന് ഹോളിയുടെ റൂംമേറ്റ് ആയിരുന്നു. പക്ഷേ ആ സമയത്താണ് ഹോളി ഒരു കാര്യം മനസ്സിലാക്കിയത്. ഹോളിയുടെ കാമുകൻ നെറുക്കുമായി ക്ലെയറിന് അവിഹിത ബന്ധമുണ്ടെന്ന്. അന്ന് ക്ലെയറിനെയും കൂട്ടി കാർ ഓടിച്ചു പോയ ഹോളി മനഃപൂർവ്വം കാർ അപകടത്തിൽപ്പെടുത്തി. അപകടത്തിൽ ക്ലെയറിന് സാരമായ പരിക്ക് പറ്റി. എഴുന്നേറ്റ് ഹോളി ഒരു ഗ്ലാസ് ഉപയോഗിച്ച് ക്ലെയറിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. പക്ഷേ അത് അപകടത്തിന്റെ രീതിയിൽ മൊത്തത്തിൽ പെട്ടുപോവുകയും ഹോളി സുരക്ഷിതമായി പുറത്തു വരികയും ചെയ്തു. അന്നത്തെ ആ സംഭവത്തിന് ശേഷമാണ് ഹോളി ക്ലെയറിനെ ഹാലൂസിനേറ്റ് ചെയ്യാൻ ആരംഭിച്ചത്. നിന്റെ രഹസ്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്കറിയാം എന്ന് സത്ത് ഹോളിയോട് പറഞ്ഞപ്പോൾ ഹോളി പറഞ്ഞു, ഇതൊക്കെ ഞാൻ ഫിക്ഷണൽ സ്റ്റോറീസ് എഴുതുന്നതാണ്, അല്ലാതെ ഇതൊന്നും സത്യമല്ല. ഉടൻ വന്നു സത്തിന്റെ മറുപടി, നീ എഴുതിയ ഈ കാര്യങ്ങൾ വായിച്ച ശേഷം ഞാൻ പോലീസ് സ്റ്റേഷനിലും മറ്റും പോയി ക്ലെയറിന്റെ മരണത്തെപ്പറ്റി അന്വേഷിച്ചിരുന്നു. നീ എഴുതിയിരിക്കുന്നത് അത്രയും സത്യമാണെന്ന് തിരിച്ചറിയാൻ ആ അന്വേഷണം മാത്രം മതി. പിന്നാലെ സത്ത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ കുറെ ദിവസങ്ങൾ നിന്നെ പിന്തുടർന്നിരുന്നു. നിന്റെ ഡയറിയിൽ നിന്നും മറ്റുമായും ക്ലെയറിനെ കൂടാതെ മറ്റു പലരെയും നീ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ മനസ്സിലാക്കിയതാണ്. ഒരാളെ ശ്വാസം മുട്ടിച്ചും ഒരാളെ തീ വെച്ചുമൊക്കെയായിരുന്നു നീ കൊലപ്പെടുത്തിയത്. നീ ഒരിക്കലും ഒരു നോർമൽ പേഴ്സൺ അല്ല, നീ ഒരു സൈക്കോപാത്താണ് എന്നെനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നിന്നെ തട്ടിക്കൊണ്ടുവന്ന് ഞാനിപ്പോൾ ഈ കൂട്ടിലിട്ടിരിക്കുന്നതും. സത്ത് പറഞ്ഞത് കേട്ട് ഹോളി ഞെട്ടിയിരുന്നു. ഹോളിക്ക് മാത്രം അറിയാവുന്ന രഹസ്യങ്ങളാണ് സത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്ത് പറഞ്ഞു, നീ ഇനി ആരെയും കൊല്ലരുത് എന്നെനിക്കുണ്ടായിരുന്നു. ഒപ്പം നിന്നെ പോലീസ് പിടിക്കുകയുമരുത്. നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അന്നത്രയും സംസാരിച്ച് സത്ത് അവിടെ നിന്ന് പോന്നു. അടുത്ത ദിവസം സത്ത് വീണ്ടും ഹോളിയെ കാണാനെത്തി. പക്ഷെ ഇത്തവണ മറ്റൊരു രീതിയിലായിരുന്നു അവളുടെ പെരുമാറ്റമൊക്കെ. പക്ഷെ അവൾ എന്താണെന്നും മറ്റും സത്തിന് നല്ല ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ കളികൾ സത്തിന്റെ അടുത്ത് വിലപ്പോയില്ല. അതോടെ അവൾ നോർമലായി. സത്ത് പിന്നാലെ അവളോട് ചോദിച്ചു, എന്തിനാണ് നീ ഈ ആളുകളെയൊക്കെ കൊന്നത്? ഓരോരുത്തരെയും കൊന്നപ്പോൾ തനിക്കൊരു രസം കിട്ടിയിരുന്നു, അതുകൊണ്ടാണ് താൻ കൊന്നത് എന്നായിരുന്നു അവളുടെ മറുപടി. സത്തിനെ കൊടുക്കുവാൻ ഹോളി മൈൻഡ് ഗെയിം കളിക്കാൻ ആരംഭിച്ചിരുന്നു. കേജിൽ തലയിടിച്ച് അവൾ പറഞ്ഞു, ഇവിടെ കിടന്ന് ഞാൻ മരണപ്പെടും. അതോടെ സത്ത് അറസ്റ്റ് ചെയ്യപ്പെടും. അവളുടെ ആ പ്രവൃത്തിയും ഭീഷണിയും സത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് കുറച്ചു ദിവസത്തേക്ക് സത്ത് ആ ബേസ്മെന്റിലേക്ക് വന്നതേയില്ല. ഹോളി അത്ര ദിവസവും ആ ബേസ്മെന്റിൽ തനിച്ച് കേജിനകത്ത് ചിലവഴിച്ചു. ഒരു ദിവസം സത്ത് അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഹോളി സത്തിനോടായി പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും തരണം. സത്ത് പറഞ്ഞു, നിനക്കൊന്നും തരില്ല. കാരണം നേരത്തെ നിന്റെ ആ ബിഹേവിയർ ഉണ്ടായിരുന്നല്ലോ, എന്റെ അടുത്തുള്ള ഭീഷണിപ്പെടുത്തൽ, അതിന് നിനക്കുള്ള ശിക്ഷയാണിത്. പക്ഷേ സത്ത് പോവാൻ തുടങ്ങിയപ്പോൾ സത്തിനോട് വളരെ നല്ല രീതിയിൽ സ്വീറ്റായി അവൾ സംസാരിക്കാൻ തുടങ്ങി. സത്തിനും അത് കേട്ടപ്പോൾ ഒന്ന് മനസ്സ് മാറി. ഒന്നുമില്ലെങ്കിലും സത്ത് അവളെ പ്രണയിക്കുന്നുണ്ടല്ലോ. അതോടെ സത്ത് അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ അത്തവണ സത്ത് ബേസ്മെന്റ് വിട്ടിറങ്ങുമ്പോൾ സത്തിന്റെ കോവർക്കർ നെയ്റ്റ് ആ വഴി വന്നു. നെയ്റ്റ് സത്ത് വീണ്ടും ബേസ്മെന്റിൽ നിന്ന് വരുന്ന കണ്ടു. അയാൾക്ക് ഇത്തവണ സംശയം കനത്തിരുന്നു. സത്ത് പോയതിന് പിന്നാലെ അയാൾ ബേസ്മെന്റിലേക്ക് കടന്നു. അതിനകത്ത് സത്ത് പൂട്ടിയിട്ടിരുന്ന കേജിനകത്തുള്ള ഹോളിയെ നെയ്റ്റ് നോക്കിക്കാണുകയാണ്. ഹോളി നെയ്റ്റിനെ കണ്ടതും കൂട് തുറന്ന് തന്നെ പുറത്തുവിടാൻ നെയ്റ്റിനോട് ആവശ്യപ്പെട്ടു. നെയ്റ്റ് ആ പ്രവൃത്തിയിലേക്ക് കടന്നു. അപ്പോഴേക്കും ഭക്ഷണവുമായി അങ്ങോട്ടേക്ക് എത്തിയ സത്ത് ആ കാഴ്ച കണ്ടു. സത്തിന് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഹോളി ഈ സമയം തന്റെ ബുദ്ധി പ്രയോഗിച്ചു. സത്തിനോട് പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങിയാൽ അയാൾ ഈ വിവരം പുറത്തു പറഞ്ഞാൽ സത്ത് ആകെ കൊടുങ്ങും, അവനെ അങ്ങ് വകവരുത്തിയേക്ക്. സത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഹോളിക്ക് കഴിഞ്ഞു. അങ്ങനെ സത്ത് നെയ്റ്റിനെ തലക്കടിച്ച് കൊലപ്പെടുത്തി.
നേറ്റ് കൊല്ലപ്പെട്ടു വീണതും ഹോളി പറഞ്ഞു, നോക്ക്, ഇപ്പോൾ നീയും എന്നെപ്പോലായി മാറി. നീയും ഒരു കൊലപാതകിയായി. എനിക്കിപ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. ഹോളി അതിൽ സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ കുറ്റബോധത്തിൽ മുഴുകി സെത്ത് കരഞ്ഞുപോയിരുന്നു. പക്ഷേ ഹോളി പറഞ്ഞു, നേറ്റിന്റെ മരണം പോലീസ് അറിഞ്ഞാൽ സെത്ത് ആകെ കുടുങ്ങും. ആരുടെയും പിടിയിൽപ്പെടാതെ ഒരു മൃതദേഹം എങ്ങനെ മറവ് ചെയ്യണം എന്ന വിവരങ്ങൾ ഹോളി സെത്തിന് വിശദീകരിച്ചു കൊടുത്തു. സെത്തിന് മുമ്പിൽ അപ്പോൾ മറ്റു വഴികളുണ്ടായിരുന്നില്ല. ഹോളി പറഞ്ഞ പോലെ അയാളുടെ പല്ല് നശിപ്പിച്ച് ശരീരമൊക്കെ മുറിച്ചെടുത്ത് അത് നായകൾക്കും മൃഗങ്ങൾക്കും തിന്നാൻ കൊടുത്തും ബാക്കി വന്ന അവശിഷ്ടങ്ങൾ നായകളുടെ മൃതദേഹം സംസ്കരിക്കുന്നിടത്തും മറ്റുമായി കത്തിച്ചു കളഞ്ഞും എല്ലാ തെളിവുകളും സെത്ത് ഇല്ലാതാക്കി. എല്ലാ തെളിവുകളടക്കവും മറച്ചുവെക്കാൻ സെത്ത് ശ്രമിച്ചിരുന്നു. അധികം വൈകാതെ നേറ്റിന്റെ തിരോധാനം കേസായി മാറി. പോലീസ് അന്വേഷണത്തിനും എത്തി. ആ സമയം അവിടെ ജോലിയിലുണ്ടായിരുന്ന സെത്തിനെയായിരുന്നു പ്രഥമ ദൃഷ്ടി അവർ സംശയിച്ചത്. സെത്തിനോടൊപ്പമുള്ള ഇന്ററോഗേഷന് ശേഷം അവരുടെ സംശയം കനത്തു. എന്നിരുന്നാലും സെത്തിനെതിരെ ശക്തമായ തെളിവുകൾ അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അന്ന് പോകുന്നതിനു മുമ്പ് ഓഫീസർ പറഞ്ഞു, സെത്തിനെ ഞങ്ങൾ ഇനി നിരീക്ഷിക്കുന്നുണ്ടാകും. അത് കേട്ട് സെത്ത് കുറച്ച് ഭയപ്പെട്ടിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവനാകെ കൺഫ്യൂസ്ഡ് ആയി. അന്ന് സെത്ത് ഹോളിക്കടുത്തെത്തിയപ്പോൾ ഹോളി സെത്തിനോട് സംസാരിച്ചു. നീ ശരിക്കും എന്നെ സ്നേഹിക്കുന്നൊന്നുമില്ല. സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ പൂട്ടിയിടില്ലായിരുന്നു. അവൾ അവനോടായി പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നായിരുന്നു സെത്തിന്റെ മറുപടി. ഓഹോ, അങ്ങനാണോ? അങ്ങനാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്നെയും കൂടി അത് വിശ്വസിപ്പിക്ക്. അതിന് നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഒരു വിരല് എന്റെ മുമ്പിൽ വെച്ച് മുറിച്ചു കാണിക്ക്. നിന്റെ സ്നേഹം ഞാൻ വിശ്വസിക്കാം, ഹോളി പറഞ്ഞു. ഹോളിയുടെ മൈൻഡ് ഗെയിം അവിടെ നന്നായി വർക്കാവുന്നുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ സെത്ത് ഹോളിയുടെ കെണിയിൽ വീണു. തന്റെ കത്തിയെടുത്ത് ഹോളിയുടെ മുമ്പിൽ വെച്ച് തന്നെ വിരൽ മുറിച്ച് അവൻ തന്റെ സ്നേഹം കാണിക്കാൻ തുടങ്ങി. വിരൽ മുറിച്ചപ്പോഴുള്ള വേദന കൊണ്ട് സെത്ത് പൊളയുന്നുണ്ടായിരുന്നു. ഈ സമയം സെത്ത് ഉപയോഗിച്ച ആയുധം ഹോളിയുടെ കയ്യിൽ കെട്ടി. ഹോളി ഒട്ടും മടിച്ചില്ല. ആ കത്തി തന്റെ തന്നെ കഴുത്തിൽ വെച്ചു. തന്നെ തുറന്നു വിട്ടില്ലെങ്കിൽ അവൾ തന്നെ തന്റെ കഴുത്തറക്കും എന്നവനെ ഭീഷണിപ്പെടുത്തി. സെത്തിന് മറ്റു വഴികളുണ്ടായിരുന്നില്ല. സെത്തൊടുവിൽ കേജ് തുറന്നു. ഹോളി പുറത്തു വന്നു. പക്ഷേ പുറത്തെത്തിയ ഹോളി സെത്തിന്റെ പ്രണയം തനിക്ക് മനസ്സിലായി. ഇപ്പോഴാണ് വിശ്വാസമായത് എന്നൊക്കെ പറഞ്ഞായിരുന്നു സെത്തിനെ സമീപിച്ചത്. സെത്തിനടുക്കൽ സ്നേഹം നടിച്ചെത്തിയ അവൾ സെത്തിനെ ചുംബിച്ചു. അവളും തന്നെ പ്രണയിക്കുന്നുണ്ട് എന്ന് സെത്ത് കരുതി. പക്ഷേ കിട്ടിയ അവസരത്തിൽ അവൾ സെത്തിന്റെ കഴുത്തിൽ മുറിവുണ്ടാക്കുകയാണ്. പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഹോളി ഇപ്പോൾ സുഖമായി തന്റെ ബോയ്ഫ്രണ്ട് എറിക്കിനൊപ്പം ജീവിക്കുകയാണ്. നടന്ന കാര്യങ്ങളൊക്കെ അവൾ ഒരു ഫിക്ഷണൽ സ്റ്റോറി പോലെ എഴുതിയിരുന്നല്ലോ, അത് പബ്ലിഷ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഇരിക്കെയാണ് അവൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. എറിക്കിന് വീണ്ടും മറ്റാരുമായി അവിഹിത ബന്ധമുണ്ടെന്ന്. പക്ഷേ ഇത്തവണ എറിക്കിനടുക്കലോ മറ്റോ അവൾ തന്റെ ദേഷ്യം പ്രകടിപ്പിച്ചില്ല. അവൾ ശാന്തയായിരുന്നു. പക്ഷെ അവൾക്ക് വല്ലാത്ത ദേഷ്യവും വന്നിരുന്നു. അന്നവൾ വീട് വിട്ടിറങ്ങി ഒറ്റപ്പെട്ട ഒരു ഗോഡൌണിലേക്ക് ചെന്നു. അതിനകത്തെ ഒരു രഹസ്യമുറിയിൽ ഒരു കേജ് കാണാമായിരുന്നു. കേജിനകത്ത് ശരീരം മുഴുവൻ മുഷിഞ്ഞ ഒരു മനുഷ്യൻ. വളരെയധികം മുറിവുകളും മുറിപ്പാടുകളുമൊക്കെ അയാളുടെ ദേഹത്ത് പ്രകടമായിരുന്നു. അയാളുടെ കയ്യിലെ ഒരു വിരൽ കാണാനില്ലായിരുന്നു. സെത്താണ് അത് എന്ന് വ്യക്തമാകുന്നു. അങ്ങോട്ടേക്കെത്തിയ ഹോളി സെത്തിനോട് പ്രണയപൂർവ്വം സംസാരിച്ചു. സെത്ത് അവളുടെ കൈ പിടിച്ചു. സെത്തിന്റെ ശരീരം മുഴുവൻ മുറിവുണ്ടായിരുന്നു. ഹോളി എന്ന് സെത്തിനോട് പറഞ്ഞു, എന്നെ നീ സഹായിച്ചതിനും രക്ഷിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്. എന്റെ ഉള്ളിൽ വരുന്ന കൊലപാതക ത്വരകളൊക്കെ നിന്റെ മേൽ തീർത്താണല്ലോ ഞാനിപ്പോൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാവുന്ന ഒരു പെറ്റിനെ പോലെ ഹോളി സെത്തിനെ അവിടെ പാർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളോടെ പെറ്റെന്ന ചലച്ചിത്രം അവസാനിക്കുകയാണ്. ചലച്ചിത്രത്തിന്റെ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.